മലയാള സിനിമാ രംഗത്ത് ആദ്യമായി എന്തോ അരുതാത്തത് നടന്നിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കണ്ടാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുക. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ മുതൽ നമ്മുടെ ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും വരെ മലയാള സിനിമാ മേഖലയിൽ ഇപ്പോഴാണ് ഈ കൊള്ളരുതായ്മകൾ നടന്നിട്ടുള്ളത് എന്ന അതുപോലെയാണ് ഇവരുടെ എല്ലാം ജൽപ്പനങ്ങൾ കേട്ടാൽ നമുക്ക് തോന്നുക. ഇവർ ആരെയാണ് ഇങ്ങനെ മഠയന്മാരാക്കുന്നത്? ഈ സാക്ഷരതയിൽ പ്രബുദ്ധരായവർ ഏറെയുള്ള കേരളത്തിലെ ജനങ്ങളെയോ? സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും ചൂഷണവും ഇഷ്ടമില്ലാത്തവരെ ഇങ്ങനെ ഒതുക്കി മാറ്റി നിർത്തലുമെല്ലാം എത്രയോ നാളുകളായി ഇവിടെ നടക്കുന്നൊരു സംഭവങ്ങളാണ്. ഈ വിവരങ്ങൾ മനസ്സിലാക്കാൻ 2018 കേരള സർക്കാർ ഇവിടുത്തെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരുന്നോ ഇതെല്ലാം ഇവർക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ? 2017 ഫെബ്രുവരി 17 മലയാള സിനിമയിലെ നായികയായിരുന്ന പ്രമുഖ നടിയെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിലും ശേഷം ഇവിടെ രൂപം കൊണ്ട നടിമാരുടെ സംഘടനയായ WCC എന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ആ നിരന്തരമായിട്ടുള്ള ആവശ്യത്തെ തുടർന്നുമാണല്ലോ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ മുൻ ജസ്റ്റിസ് ഹേമയെ കമ്മീഷനായും കൂട്ടത്തിൽ മുൻ IAS ഉദ്യോഗസ്ഥയായ KB വത്സലകുമാരിയെയും പഴയകാല മലയാള സിനിമാ നായികയായിരുന്ന നടി ശാരദയെയും കമ്മീഷൻ അംഗങ്ങളായും സർക്കാർ തീരുമാനിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നുവല്ലോ ഇങ്ങനെ ഒരു സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതെന്തൊക്കെയാണെന്ന് പഠിക്കുവാനുള്ള ഒരു കമ്മീഷനെ തീരുമാനിക്കുന്നത്. അതേതായാലും ശ്രീ പിണറായി വിജയനും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനും അഭിനന്ദനം തന്നെയാണുള്ളത്. പക്ഷേ കമ്മീഷനെ ചുമതലപ്പെടുത്തി കേവലം 1.5 വർഷത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2019 ഡിസംബറിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് LDF സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ അത് പൂഴ്ത്തി വയ്ക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ചില വിവരാവകാശ പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും നിരന്തരമായി അവർ ഇതിനു പിന്നിൽ നടത്തിയ പ്രയത്നത്തിന്റെ ഫലമായി ഈ റിപ്പോർട്ട് പുറത്തുവിടുവാൻ കേരള സർക്കാർ നിർബന്ധിതമായത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സർക്കാരിന് 1.5 കോടി രൂപയോളം ചിലവായി എന്നാണ് സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ കണക്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തേ ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുവാൻ വൈകി എന്ന ചോദ്യത്തിന് സർക്കാരിന് ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയുമില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഈ റിപ്പോർട്ടിൽ ആകെ 233 പേജ് മാത്രമാണുള്ളത്. ഇനിയും ധാരാളം പേജ് ഉണ്ടെന്നും ആ പേജുകൾ സർക്കാർ മാറ്റിയിരിക്കുകയാണെന്നും കമ്മീഷന്റെ അംഗങ്ങൾ തന്നെ പറയുന്നുമുണ്ട്. കേരള സർക്കാരിൻ്റെ വിഷമഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിലാണ്. സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി ലഭിക്കുന്ന ഒരിടമാണ് സിനിമാ മേഖല. അതിനാൽ റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നാൽ മലയാള സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് ചെറുതായിരിക്കുകയില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ടറിയാം. ഇപ്പോൾ തന്നെ പുറത്തു വന്ന ഭാഗങ്ങളിൽ സിനിമാ പ്രേക്ഷകരുടെ ആ ഇഷ്ടതാരങ്ങളുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി ബാക്കിയുള്ള ആ പേജ് കൂടി പുറത്തു വന്നാൽ ഇവരുടെയെല്ലാം ആ പൊയ്മുഖങ്ങളാകും പിച്ചു ചിന്തുക. അതുകൊണ്ട് തന്നെയാണ് പല പ്രമുഖരും വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനകളാകട്ടെ ഇപ്പോൾ വരെ നേരാമണ്ണമെന്ന് പ്രതികരിച്ചിട്ടുമില്ല. ഇപ്പോൾ പോലും കമ്മീഷൻ റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തുവിടണമെന്ന ആവശ്യം അത് കേരളത്തിൽ ഉയരുന്നതോടൊപ്പം കോടതിയും ദേശീയ വനിതാ കമ്മീഷനും ഈ കാര്യത്തിൽ ശക്തമായി ഇപ്പോൾ ഇടപെടുകയാണ്. റിപ്പോർട്ടിനെ സംബന്ധിച്ച് 15 ദിവസത്തിനകം മറുപടി നൽകിയില്ല എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ ഇടപെടുമെന്നാണ് അതിൻ്റെ അധ്യക്ഷയായിട്ടുള്ള രേഖ ശർമ്മ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ കേരളത്തിലെ വനിതാ താരസംഘടനയായിട്ടുള്ള WCCയുടെ നിരവധി പരാതികളും ഈ വനിതാ കമ്മീഷന്റെ മുന്നിലുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇതേ സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങളും പുറത്തു വരുമെന്ന് തന്നെയാണ് അതും ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.